الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد سورة الفاتحة تفسير الله ഇപ്പോൾ വായിക്കുന്നത് ഫാത്തിഹയുടെ തഫ്സീർ വായിക്കുന്ന സമയമാണ് എങ്കിലും മറ്റൊരായത്ത് വായിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്ന. വസാരിഉ, നിങ്ങൾ ധൃതിപ്പെടുക. എന്തിലേക്കാണ് ധൃതിപ്പെടേണ്ടത്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിനു വേണ്ടി ധൃതിപ്പെടുക. വജന്ന, സ്വർഗത്തിനു വേണ്ടി. അർദുഹസ് സമാവാതു വൽ അർദ്, അതിൻ്റെ വിശാലത, അതിൻ്റെ വിസ്തൃതി, സ്വർഗത്തിൻ്റെ വിസ്തൃതി ആകാശഭൂമികളുടെ വിസ്തൃതിയാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആ സ്വർഗം ആർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുള്ളതാണ്? മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ثم أمرهم تعالى بالمسارعة إلى مغفرته وإدراك جنته التي عرضها السماوات والأرض. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് മുന്നേറാനും ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിശാലതയുള്ള സ്വർഗം കരസ്ഥമാക്കാനും വേണ്ടി ധൃതിപ്പെടാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചു. ഫകൈഫ ബിതൂലിഹ, അർദ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ വീതിയാണ് പറയുക. എന്താണ് വീതി? നമ്മൾ പൊതുവെ മലയാളത്തിൽ പറയുമ്പോൾ അർദ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളുടെ വിസ്തൃതി, ആകാശഭൂമികളുടെ വിസ്തൃതി എന്നാണ് പറയുക. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ്, അർദുഹസ് സമാവാതു വൽ അർദ്, അതിൻ്റെ വീതി ആകാശങ്ങളുടെയും ഭൂമിയുടേതുമാണ്. ശൈഖ് ചോദിക്കുകയാണ്, ഫകൈഫ ബിതൂലിഹ, അപ്പോൾ അതിൻ്റെ നീളം എത്രയായിരിക്കും? സ്വാഭാവികമായിട്ട് വീതിയാണ് കുറവ്, നീളം കൂടുതലായിരിക്കും. അപ്പം അതിൻ്റെ നീളം എത്രയായിരിക്കും? അല്ലതി അഅദ്ദഹു അല്ലാഹു ലിൽ മുത്തഖീൻ, ആ സ്വർഗം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫഹും അഹ്ലുഹാ വഅഅമാലു തഖ്വാ ഹിയൽ മൂസിലതു ഇലൈഹാ, ആ മുത്തഖീങ്ങളാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ, അതിൻ്റെ ആളുകൾ. സാലിഹായ പ്രവർത്തനങ്ങളാണ് ആ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. الذين ينفقون, ആരാണ് മുത്തഖീങ്ങൾ? മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരുടെ വിശേഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലദീന യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നവരാണ്. ഫിസ്സറാഇ വദ്ദറാ, നല്ല സന്തോഷമുള്ളപ്പോൾ, നല്ല സുഖമുള്ളപ്പോഴും ചെലവഴിക്കും. ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കാന്നല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക. പാവപ്പെട്ടവർക്കാണെങ്കിൽ പാവപ്പെട്ടവർക്ക് അങ്ങനെ, സകാത്തിൻ്റെ വിഷയമാണെങ്കിൽ അങ്ങനെ, അതല്ലാത്ത വേറെ വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ, സദഖയുടെ വിഷയങ്ങൾ. സറായിലും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാശൊക്കെ ഉള്ളപ്പോഴും അവരെന്ത് ചെയ്യും? ചെലവഴിക്കും. വദ്ദറാ, ഇനി അത് അവരിൽ ഇല്ലെങ്കിലും ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്, എന്നാലും അവർ ചെലവഴിക്കും. വൽകാദിമീനൽ ഗൈദ്, അവർ ദേഷ്യം പിടിച്ചു വെക്കും, ദേഷ്യത്തെ ഒതുക്കി വെക്കും. വൽആഫീന അനിന്നാസ്, അവർ ജനങ്ങൾക്ക് എന്ത് ചെയ്യും? വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും.
വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു മുഹ്സിനീങ്ങളായ നല്ല ആളുകളെ, നമ്മൾ പറഞ്ഞു ഇഹ്സാൻ, അതിനുള്ള മുഹ്സിനീങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. നന്മ ചെയ്യുന്നവരെ, സത്പ്രവർത്തി ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ധർമ്മകാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ്, ثم وصف المتقين واعمالهم, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? സ്വർഗത്തിന്റെ കാര്യം പറഞ്ഞു. സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ വിശേഷണങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും പറയാൻ തുടങ്ങി. ഫഖാൽ, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, അവർ നല്ല സുഖത്തിന്റെ സമയത്തും കഷ്ടപ്പാടിന്റെ സമയത്തും ചെലവഴിക്കുന്നവരാണ്. ഐ ഫി ഹാലി ഉസ്രിഹിം വയുസ്രിഹിം, അതന്നെ പ്രയാസത്തിന്റെയും എളുപ്പത്തിന്റെയും കാലത്ത്. ഇൻ ഐസറു അക്സറു മിനൻ നഫഖ, അവർക്ക് എളുപ്പം വന്നാൽ, അവർക്ക് കുറച്ച് എമൗണ്ടൊക്കെ കിട്ടിയാൽ, അല്ലെങ്കിൽ സമാധാനം കിട്ടിയാൽ, സന്തോഷമായാൽ അവർ കൂടുതൽ ചെലവഴിക്കും. വഇൻ ഉഅ്സിറു ലം യഹ്തഖിറു മിനൽ മഅറൂഫി ശൈഅൻ വലൗ ഖൽ, ചെറുതാണെങ്കിലും അവർ ചെലവഴിക്കും. അവർ മഅറൂഫിലൊന്നും കുറവ് വരുത്തൂല, അല്ലെങ്കിൽ അതിനെ കുറവായി കാണുകയില്ല. 1 രൂപ കൊടുത്തിട്ട് എന്ത് കിട്ടാനാണ്, 5 രൂപ കൊണ്ട് ചിലവാക്കിയാൽ എന്ത് കിട്ടാനാണ്? ഇല്ല, അവരങ്ങനെ വിചാരിക്കൂല. എൻ്റെ കയ്യിൽ ഇതല്ലേ ഉള്ളൂ, അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ചെയ്യുക. എൻ്റെ കയ്യിൽ വേറൊന്നുമില്ല, അപ്പോൾ എന്ത് ചെയ്യാൻ, ഇതുകൊണ്ട് ചെയ്യാം. ശരി, അവരതിനെ കുറവായി കാണൂല, മറിച്ച് അവരെന്ത് ചെയ്യും, അത് കുറവാണെങ്കിലും ചെലവഴിക്കും. വൽകാദിമീന അൽ ഗൈദ്, അവർ ദേഷ്യത്തെ പിടിച്ചു വെക്കുന്നവരായിരിക്കും, ദേഷ്യത്തെ ഒതുക്കുന്നവരായിരിക്കും. ഐ ഇദാ ഹസല ലഹും മിൻ ഗൈരിഹിം അദിയത്തുൻ, അതായത് മറ്റുള്ളവരിൽ നിന്ന് ഒരു ഉപദ്രവം അവർക്കുണ്ടായാൽ, മറ്റുള്ളവരിൽ നിന്ന് ഒരു ഉപദ്രവം അവർക്ക് ഉണ്ടായാൽ, തൂജിബു ഗൈദഹും, ആ ഉപദ്രവം എങ്ങനെയുള്ളതാണ്? ഇവന്റെ ദേഷ്യത്തെ നിർബന്ധമാക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. അവനീ ചെയ്തത് കണ്ടാൽ എന്ത് ചെയ്യും? അവനീ ചെയ്തത് കേട്ടാൽ, പറഞ്ഞാൽ, അനുഭവിച്ചാൽ സ്വാഭാവികമായും ദേഷ്യം വരും. തൂജിബു ഗൈദഹും, നിർബന്ധമാക്കും ദേഷ്യത്തെ. വഹുവ ഇംതിലാഉ ഖുലൂബിഹിം മിനൽ ഹനഖ്, എന്താണ് ഗൈദ് എന്ന് പറഞ്ഞാൽ? അവരുടെ ഹൃദയത്തിൽ ദേഷ്യം ഇങ്ങനെ നിറയും. ഇംതിലാ, നിറയും. അൽമൂജിബു ലിൽ ഇന്തിഖാമി ബിൽ ഖൗലി വൽ ഫിഅൽ, സംസാരം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ എങ്ങനെയെങ്കിലും പകരം വീട്ടണം എന്നുള്ള ആ ഒരു പക അവൻ്റെ മനസ്സിൽ നിറയും. അങ്ങനെ നിറയാനുള്ള ഒരു കാര്യം എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരിൽ നിന്ന് അവൻ കാണുന്നു. ഹഉലാഇ ലാ യഅമലൂന ബിമുഖ്തദ ഇത്തിബാഇൽ ബശരിയ്യ, മുത്തഖീങ്ങളായിട്ടുള്ള ഇവർ അവരെന്ത് ചെയ്യില്ല? ആ മാനുഷികമായ പ്രകൃതി വെച്ച് പ്രവർത്തിക്കൂല. മാനുഷികമായി അവൻ എന്താണ് ഉണ്ടാവുക? എന്നാൽ പിന്നെ എന്നെ പറഞ്ഞ, എന്നാൽ പിന്നെ അവനെ പറയണം എന്നുള്ള മാനുഷികമായ പ്രകൃതി വെച്ച് അവൻ പെരുമാറുകയില്ല. പിന്നെയോ ബൽ യക്ദുമൂന മാ ഫിൽ ഖുലൂബി മിനൽ ഗൈദി, മറിച്ച് അവരെന്താ ചെയ്യുക? അവർ അവരുടെ ഹൃദയത്തിൽ വന്ന പകയെ അവർ ഒതുക്കി തീർക്കും. വയസ്ബിറൂന അലാ മുഖാബലത്തിൽ മുസീഇ ഇലൈഹിം, മോശമായിട്ടുള്ള ഒരാൾ പകരം ചെയ്യുന്നത് പോലെ ഒരു പകരം അവർ ചെയ്യുകയില്ല. അവരത് ക്ഷമിക്കും. അല്ലെങ്കിൽ അവരുടെ എതിരാളി ചെയ്ത ആ കാര്യത്തെ അവർ എന്ത് ചെയ്യും? ക്ഷമിക്കും. വൽ ആഫീന അനിൻ നാസ്, അപ്പോൾ ഇങ്ങോട്ട് ഒന്നും ചെയ്യാത്ത ആളോട് അയാളോട് ദേഷ്യം അടക്കി പിടിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അങ്ങനെ ഉണ്ടോ? ഇങ്ങോട്ടൊരു ഉപദ്രവം ചെയ്തിട്ടില്ല, ഞാൻ അവനോട് ദേഷ്യം അടക്കി പിടിച്ചു, ഒതുക്കി പിടിച്ചു, അങ്ങനെ പറയേണ്ട ആവശ്യം വരുന്നില്ല. മറിച്ച് ഇങ്ങോട്ടെന്തെങ്കിലും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? ദേഷ്യം ഒതുക്കി പിടിക്കേണ്ടി വരിക. ദേഷ്യം മനസ്സിൽ നിറഞ്ഞ് പകവീട്ടാൻ വേണ്ടി ആഗ്രഹം തോന്നുമ്പോഴാണ് അതിനെ ഒതുക്കേണ്ടി വരിക. ഇനി അടുത്തതെന്താണ്? വൽ ആഫീന അനിന്നാസ്, അടുത്ത ആളുകൾ, അടുത്ത മുത്തഖീങ്ങളുടെ അടുത്ത വിശേഷമാണ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നത്. അവർ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. യദ്ഖുലു ഫിൽ അഫ്വി അനിന്നാസ്, അവൻ എന്താണ്? അതിൽ പ്രവേശിക്കുന്നതാണ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നതിൽ പ്രവേശിക്കുന്നതാണ് എന്ത്?
അൽഅഫ്വു അൻ കുല്ലി മൻ അസാഅ ഇലൈക ബിഖൗലിൻ ഔ ഫിഅൽ. ഒരു സംസാരം കൊണ്ടോ ഒരു പ്രവർത്തനം കൊണ്ടോ നിന്നോട് എന്തൊക്കെ ആരൊക്കെ മോശമായി പ്രവർത്തിച്ചോ അവനൊക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൽ. വൽഅഫ്വു അബ്ലഗു മിനൽ കദ്മി. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ദേഷ്യം ഒതുക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. ദേഷ്യം ഒതുക്കി കടിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുക, പക്ഷെ മനസ്സിൽ ദേഷ്യം ഉണ്ടാവും. പക്ഷെ അഫ്വ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യം ഒതുക്കണം, കടിച്ചു പിടിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, പ്രശ്നമല്ല, സാരമില്ല, അവൻ ചെയ്തത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വിട്ടുവീഴ്ച ചെയ്തത്, എനിക്കിനി അവനോട് ദേഷ്യമില്ല എന്ന് അവൻ എന്ത് ചെയ്യാണ്? അവൻ്റെ മനസ്സിനോട് അല്ലെങ്കിൽ ആ മനസ്സിനെ പഠിപ്പിക്കലാണ്. ലിഅന്നൽ അഫ്വ തർക്കുൽ മുആഖദ. അഫ്വ എന്ന് പറഞ്ഞാൽ പകരം വീട്ടുന്നത് ഒഴിവാക്കലാണ്. മഅ സമാഹത്തി അനിൽ മുസീഇ. തെറ്റ് ചെയ്തവനോട് വിട്ടുവീഴ്ച അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയലും കൂടെയാണ്. വഹാദ ഇന്നമാ യകൂനു മിമ്മൻ തഹല്ലാ ബിൽ അഖ്ലാഖിൽ ജമീല. ഇത് ആരിൽ നിന്നേ ഉണ്ടാവൂ? നല്ല സൽസ്വഭാവം അണിഞ്ഞവനിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ. വതഖല്ല അനിൽ അഖ്ലാഖിർ റദീല. മോശം സ്വഭാവങ്ങളെ ഒഴിവാക്കിയവനിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ. വമിമ്മൻ താജറ മഅല്ലാഹ്. അല്ലാഹുമായി കച്ചവടം ചെയ്തവനിൽ നിന്നേ ഈ സ്വഭാവങ്ങൾ ഉണ്ടാവുകയുള്ളൂ. വഅഫാ അൻ ഇബാദില്ലാഹി റഹ്മതൻ ബിഹിം. കാരുണ്യമായി കൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളോട് വിട്ടുവീഴ്ച ചെയ്തവനിൽ നിന്നേ ഇത് ഉണ്ടാവുകയുള്ളൂ. വഇഹ്സാനൻ ഇലൈഹിം. അവരിലേക്ക് നന്മയെ ചെയ്യുന്നവനായിക്കൊണ്ട്. വകറാഹതൻ ലിഹുസൂലി ശർരി അലൈഹിം. അവർക്ക് തിന്മയുണ്ടാകരുത് എന്ന് അല്ലെങ്കിൽ അവർക്ക് തിന്മയുണ്ടാകുന്നതിനെ വെറുക്കുന്നവരിൽ നിന്നേ അല്ലെങ്കിൽ വെറുത്തുകൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത്. എനിക്കുണ്ടായി അവർക്കൊരു തിന്മ ഉണ്ടാവാതിരിക്കുക എന്ന് കരുതുന്നവരിൽ നിന്നേ എന്തുണ്ടാവുള്ളൂ? ഇതുണ്ടാവുകയുള്ളൂ. വലിയഅഫുല്ലാഹു അൻഹു. അതുപോലെ തന്നെ അവനെന്തു വേണ്ടി? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യട്ടെ. വയകൂനു അജ്റുഹു അലാ റബ്ബിഹി അൽ കരീം. അവൻ്റെ കൂലി ആരുടെ അടുത്തായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല കരീമായ റബ്ബിൻ്റെ അടുത്ത്. കരീം എന്ന് പറഞ്ഞാൽ ഔദാര്യവാനാണ്, അവൻ ഉദ്ദേശിക്കുന്ന പോലെ ചെലവഴിക്കുന്ന റബ്ബാണ്. ആ കരീമായ റബ്ബിൻ്റെ അടുക്കൽ നിന്നാണ് അവൻ്റെ കൂലിയുള്ളത്. ലാ അലൽ അബ്ദിൽ ഫഖീർ. ദുർബലനായ ഒരു അടിമയുടെ കയ്യിൽ നിന്നല്ല അവൻ എന്ത് ചെയ്യാനുള്ളത്? കൂലി കിട്ടാനുള്ളത്. മറിച്ച് റബ്ബിൻ കരീം, അവനിൽ നിന്നാണ് കൂലി കിട്ടാനുള്ളത്. കമാ ഖാല തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. ആരാണോ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും രഞ്ജിപ്പുണ്ടാക്കുകയും തമ്മിൽ പ്രശ്നമുണ്ടായതിനെ ഒഴിവാക്കുകയും ചെയ്തത്, ഫഅജ്റുഹു അലല്ലാഹ്, അവൻ്റെ കൂലി ആരുടെ അടുക്കലാണ്? അള്ളാഹുവിൻ്റെ മേലാണ്. അള്ളാഹുവാണ് അവനക്ക് കൂലി കൊടുക്കുന്നത്. ثم ذكر حالة أعم من غيرها. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അതിനേക്കാൾ വിശാലമായ മറ്റൊരു കാര്യം പറഞ്ഞു. വഅഹ്സനു വഅഅല വഅജൽ. അതിനേക്കാൾ ഉന്നതവും നല്ലതും ശ്രേഷ്ഠവുമായത് പറഞ്ഞു. വഹിയൽ ഇഹ്സാൻ. അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞത്. ഖാല തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു യുഹിബ്ബു അൽ മുഹ്സിനീൻ. അല്ലാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇഹ്സാൻ കാണിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. വൽ ഇഹ്സാനു നൗആൻ. ഇഹ്സാൻ എന്നത് രണ്ട് ഇനമാണ്. നന്മ ചെയ്യുക എന്ന് പറഞ്ഞ ഇഹ്സാൻ അത് രണ്ട് ഇനമാണ്. അൽ ഇഹ്സാനു ഫീ ഇബാദത്തിൽ ഖാലിഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിൽ ഇഹ്സാൻ കാണിക്കൽ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഹദീസ് ജിബ്രീൽ കേട്ടതാണ്. അൽ ഇഹ്സാൻ പറഞ്ഞു അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. വൽ ഇഹ്സാനു ഇലൽ മഖ്ലൂഖ്. സൃഷ്ടികളോട് ഇഹ്സാൻ കാണിക്കൽ. والإحسان في عبادة الخالق فسرها النبي صلى الله عليه وسلم أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. അള്ളാഹുവിനോടുള്ള ഇഹ്സാൻ എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നീ അവനെ കാണുന്നത് പോലെ ആരാധിക്കുക, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നതാണ്.
വഅമ്മൽ ഇഹ്സാനു ഇലൽ മഖ്ലൂഖ്, എന്നാൽ സൃഷ്ടികളോട് നല്ല നിലയിൽ പെരുമാറൽ എന്താണ്? ഫഹുവ ഈസാലുൻ നഫ്ഇദ് ദീനി വദ്ദുന്യവി ഇലൈഹിം, സൃഷ്ടികളിലേക്ക് ദീനിയായതും ദുനിയവിയായതുമായ നന്മ അവരിലേക്ക് എത്തിച്ചു കൊടുക്കലാണ്, അവരിലേക്ക് എത്തിക്കലാണ്. വദഫ്ഉ ശർരി അദ്ദീനി വദ്ദുന്യവി അലൈഹിം, സൃഷ്ടികളോടുള്ള ഇഹ്സാൻ എന്താണ്? ദീനിയായതും ദുനിയവിയായതുമായ ഷർറ് അവരെ തൊട്ട് തടുക്കുക. അവർക്കൊരു ഷർറുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക, ഷർറുണ്ടെങ്കിൽ അതിനെ തടുക്കുക. فيدخل في ذلك أمرهم بالمعروف ونهيهم عن المنكر, അതിൽ പെട്ടതാണ് നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ. വതഅലീമു ജാഹിലിഹിം, അറിവില്ലാത്തവർക്ക് അറിവ് പഠിപ്പിക്കൽ. വവഅദു ഗാഫിലിഹിം, അശ്രദ്ധരായവർക്ക് ഓർമ്മയിട്ട് കൊടുക്കൽ, അവരെ വഅദ് ചെയ്യൽ, വഅദ് നടത്തൽ. വന്നസിഹതു ലിആമ്മതിഹിം വഖാസതിഹിം, പ്രത്യേകക്കാർക്കും പൊതുജനങ്ങൾക്കും നസിഹത്ത് ഗുണോപദേശിക്കൽ. വസ്സഅയു ഫീ ജംഇ കലിമതിഹിം, അവരുടെ കലിമ അവരെല്ലാവരും ഒറ്റക്കെട്ടാവാൻ വേണ്ടി, അവരുടെ വാക്കുകൾ ഒന്നാവാന്ന് പറഞ്ഞാൽ അവരൊറ്റക്കെട്ടാവാൻ വേണ്ടി പ്രവർത്തിക്കൽ. വഇസാലു സദഖാത്തി വന്നഫഖാത്തിൽ വാജിബത്തി വൽ മുസ്തഹബത്തി ഇലൈഹിം, വാജിബായതും മുസ്തഹബായതുമായ സദഖകൾ, ചെലവഴിക്കലുകൾ, പണങ്ങൾ അത് അവരിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കൽ. അല ഇഖ്തിലാഫി അഹ്വാലിഹിം വതബായുനി ഔസാഫിഹിം, അവരുടെ അവസ്ഥകൾ എന്തായിരിക്കും, അടിമകളുടെ അവസ്ഥ എന്തായിരിക്കും, പല അവസ്ഥയായിരിക്കും. അതുപോലെ അവരുടെ വിശേഷണങ്ങൾ പല വിശേഷണങ്ങളായിരിക്കും. ചിലർ നല്ല ആരോഗ്യമുള്ളവരുണ്ടാവും, ചിലർ തീരെ ആരോഗ്യമില്ലാത്തവരുണ്ടാകും, ചിലർ നല്ല സ്വഭാവമുള്ളവരുണ്ടാകും, ചിലർ നല്ല സ്വഭാവമില്ലാത്തവരുണ്ടാകും. അതെന്തല്ല, അതിനെ വകവെക്കാതെ അവർക്ക് ഖൈറായത് എത്തിച്ചു കൊടുക്കുക എന്നതായിരിക്കും അവരുടെ രീതി, മുഹ്സിനീങ്ങളുടെ രീതി. ഫയദ്ഖുലു ഫീ ദാലിക ബദ്ലുൻ നദാ വകഫുൽ അദാ, അതുപോലെ തന്നെ നല്ലത് ചെലവഴിക്കലും അതുപോലെ തന്നെ മോശത്തെ തടുത്തു വെക്കലും അതിൽപ്പെട്ടതാണ്. വഹ്തിമാലുൽ അദാ, ഉപദ്രവങ്ങൾ ഏറ്റാൽ അത് സഹിക്കലും, അത് ഞാൻ ഏറ്റു, എനിക്ക് പ്രശ്നമില്ല എന്ന് പറയലും. കമാ വസഫ അല്ലാഹു ബിഹിൽ മുത്തഖീന ഫീ ഹാദിഹിൽ ആയാത്ത്, ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളെ വിശേഷിപ്പിച്ചതുപോലെ ഫമൻ ഖാമ ബിഹാദിഹിൽ ഉമൂർ, ഈ കാര്യങ്ങൾ ആരാണോ ചെയ്തത്, ഫഖദ് ഖാമ ബിഹഖില്ലാഹി വബിഹഖി ഇബാദിഹി, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവകാശങ്ങൾ അവൻ നിറവേറ്റി, അതുപോലെ തന്നെ അവൻ്റെ സൃഷ്ടികളുടെ അവകാശങ്ങളും അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിറവേറ്റിയിട്ടുണ്ട്. ഇലാ ഹുനാ വല്ലാഹു തആല അലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.